കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ല് ഇലവിഴ പൂഞ്ചിറ മലനിരകൾക്കിടയിൽ ആരും കാണാത്ത അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മീരാനടുത്തുള്ള ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, കോലാനിമുടി എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന കേട്ടോ കോലാനിമുടി. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ആർക്കും അറിയത്തില്ലാത്ത ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് മായങ്കൽ എന്ന് പറയും. അതായത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് പോകണം, റോഡില്ല. പിന്നെ ഒരു 2 കിലോമീറ്റർ നടന്ന് കയറി പോകണം, വഴിയൊന്നുമില്ല, വഴി ഉണ്ടാക്കി വേണം കയറി പോകാൻ. അപ്പോൾ അതൊന്നും ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെല്ലാവരെയും കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കോലാനിമുടി. ഈ കോലാനിമുടിയിൽ എപ്പോഴും ഇങ്ങനെ മഴക്കാലമൊക്കെ ആയാൽ മഞ്ഞ് കയറിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒരു മായ പോലെ നമുക്ക് തോന്നും. കാറ്റടിച്ച് മഞ്ഞ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ വളരെ മനോഹരം തന്നെയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ദൂരെ വളരെയേറെ കുറേ സ്ഥലങ്ങൾ കാണാം. വെയിലുകാവ് മറ്റം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്നും ഓഫ് റോഡാണ് പിന്നെ നമ്മൾ പറയുന്ന മായങ്കലിലേക്കുള്ള യാത്ര. ഇവിടെ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടന്നു വേണം നമുക്ക് ഈ മായങ്കലിലേക്ക് എത്തിച്ചേരാൻ. ഞങ്ങൾ നടന്നാട്ടോ ഞങ്ങൾ ഈ മായങ്കലിലേക്ക് പോയത്. ഞങ്ങൾ രാവിലെയാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കുമെന്ന് തോന്നുന്നു ഈ മലയുടെ മുകളിൽ നമുക്ക് നടന്ന് എത്തിച്ചേരാൻ. പാറകൾക്കിടയിലൂടെയുള്ള റോഡും പിന്നെ നടപ്പാതയാണ് നമുക്ക് ഇങ്ങോട്ടുള്ള യാത്രയിൽ നമ്മളെ ഏറ്റവും രസകരമായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ മായങ്കൽ എന്ന് പറയുന്നത് ആ കാണുന്ന ആ മുകളിൽ കാണുന്ന കല്ലാട്ടോ, ആ ഒരു കല്ല് ഇങ്ങനെ നീണ്ടു കിടക്കുക, അതാണ് മൊത്തം പറയുന്നത് മായങ്കൽ എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം റോഡുകളും വാഹന സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറി. ഇവിടെ എപ്പോൾ വന്നാലും മഞ്ഞ് വന്ന് ഇങ്ങനെ ഒരു മായയായി നമുക്ക് തോന്നും. ആ കല്ലൊക്കെ മറഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലെത്താൻ ഈറ്റക്കൂട്ടത്തിലൂടെയുള്ള ഒരു ദുർഘട പാത കേട്ടോ. നമ്മൾ വഴിയൊക്കെ ഉണ്ടാക്കി വേണം കയറിപ്പോവാൻ. ഇപ്പോൾ ഒന്നും അതിൽ ആൾ സഞ്ചാരമൊന്നുമില്ല. നേരത്തെയൊക്കെ ഇതിക്കടെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം ചുറ്റീൻ്റെ മരങ്ങളാട്ടോ ഇവിടെ നിൽക്കുന്നത്. പച്ചപ്പുകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, ഞങ്ങൾ മായങ്കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുക കേട്ടോ. മുകളിൽ കാണുന്നതാണ് മായങ്കല്ല്. ഇത് ചുറ്റീന്തും അതിൻ്റെ കായും കേട്ടോ. ആ കാ പഴുക്കുന്നതാണ്, നല്ല കറുത്ത കളറായിരിക്കും അത് പഴുത്ത് വരാൻ. തിന്നാനൊക്കെ നല്ലതാണ്. ഈ വിശാലമായ മലമുകളിൽ നിന്ന് നമ്മൾ സൂര്യപ്രകാശം കാണാൻ എത്ര ഭംഗിയാണ്. നോക്കി, സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സുന്ദരമായ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ ഒന്ന് കാണാൻ. അങ്ങനെ കുന്നിൻ്റെ മുകളിലേക്ക് നടന്നു കയറുന്ന കാഴ്ച കേട്ടോ. നല്ല കയറ്റം കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. കുറച്ച് കയറാനുണ്ട്. ഇതത് ശരിക്കും മടുക്കും. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല നിരപ്പ് കേട്ടോ. നമ്മൾ താഴേന്ന് കണ്ടപ്പോൾ ഓർത്തു അതിൻ്റെ മുകളിലും ഇതുപോലെ കുന്നുപോലെ ഇരിക്കാനെന്ന്. പക്ഷെ അതിൻ്റെ മുകളിൽ നല്ല നിരപ്പും ഇരിക്കാൻ നല്ല സ്ഥലവും നല്ല കാറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ മഞ്ഞ് കിടക്കുന്നത് കണ്ട. മലകൾക്കിടയിലും മഞ്ഞ് നല്ലൊരു ഭംഗിയാട്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ.
ആ പാറയുടെ താഴേക്ക് നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ. സൂക്ഷിച്ചിറങ്ങണം. മഴയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഈ പാറയുടെ നടുക്ക് നോക്കിയ പച്ചപ്പ്, അതൊരു നിരന്ന സ്ഥലമാണ് അത്. അവിടെയൊക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട ഈ കുന്നിൻ്റെ താഴ്ഭാഗം മേച്ചാൽ ഭാഗം കേട്ടോ, നമ്മുടെ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്കുള്ള സ്ഥലം കേട്ടോ. ശരിക്കും ഈ മല എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ല കേട്ടോ. അതായത് സർക്കാർ ഭൂമിയാണ്. ഇതിലേക്ക് നടന്നു കയറാൻ ഒത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ 3 മലകൾ ചേരുന്നതാണ് ഈ മായിങ്കല്ല് എന്ന് പറയുന്നത്. ചുറ്റുപാടുള്ള മലകളെല്ലാം മായിങ്കല്ല് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലെ ഏത് കുന്നിൻ്റെ മുകളിലാണെന്ന് അറിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് കഥാപ്രസംഗവും അതുപോലെ നാടകമൊക്കെ നടത്താറുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ. പഴയ കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാ കുന്നിൻ്റെ മുകളിൽ നല്ല നിരന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് കയറിയുള്ളൂ. ഇങ്ങനെയുള്ള കാണാ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ നേരത്ത് നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ദൂരെ കാണുന്നത് ചക്കിക്കാവ് കുരിശാട്ടോ. ചക്കിക്കാവ് പള്ളിയുടെ കുരിശ് സ്ഥാപിച്ചേക്കുന്ന കേട്ടോ ആ പാറയുടെ മുകളിൽ. ഇങ്ങനെയൊക്കെ ആരും കാണാത്ത എത്രയോ കാഴ്ചകൾ നമ്മുടെ ഭൂമിയിലൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും ഒരുപക്ഷെ നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ചിലപ്പം കണ്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ ചിലപ്പം ഇരിക്കും. ആ കാണുന്ന മലങ്കര ഡാമിലെ വെള്ളം കയറി കിടക്കുന്നത് കേട്ടോ ക്യാച്ച്മെൻ്റ് ഏരിയ മലങ്കര ഡാമിൻ്റെ. ഇത്ര സുന്ദരമായ ഒരു കാഴ്ചയത്. പിന്നെ ഈ കാണുന്ന ചെറിയ ആ കെട്ടിടങ്ങളുണ്ടല്ലോ, അത് ചക്കിക്കാവ് പള്ളിയും അതിൻ്റെ സ്കൂളും കേട്ടോ. ഈ ചക്കിക്കാവ് എന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞാറുന്ന പൂഞ്ചിറയ്ക്ക് കയറി പോരുന്ന വഴിയാണ്. ഇവിടെ അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ ഉദയവും അതുപോലെ നല്ല താഴ്വാരങ്ങളിൽ നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇടതൂർന്ന മലകൾക്കിടയിൽ ചെറിയ കാടുകളൊക്കെ കാണാൻ എത്രയെത്ര നല്ല സുന്ദരമായ കാഴ്ചയാണ്. ഈ കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അത്ര നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റും മഞ്ഞും അതുപോലെ കൺകുളിർക്കെ കാണാൻ പറ്റുന്ന കുറേ വിദൂര സ്ഥലങ്ങളും ഇതെല്ലാം ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാട്ടോ. ഇവിടെ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിനടുത്ത് ചക്കിക്കാവ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ കുരിശുമലയാട്ടോ ആ കാണുന്ന കുരിശ്. അതുപോലെ അതിലൂടെ അതിൻ്റെ മറുഭാഗത്ത് കാഞ്ഞാറ്, അതുപോലെ ഇത് നോക്കിയാൽ ഇത് ഇല്ലിക്ക മലനിരകളാട്ടോ ആ നീണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇല്ലിക്കക്കല്ല് ചെറിയ മൂടൽമഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാതെ. എത്ര സുന്ദരമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് നോക്കി നമ്മുടെ ഇല്ലിക്കക്കല്ല്. ഇനി നമുക്ക് ഒരു അടിപൊളി സ്ഥലം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കാണുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നമുക്കൊരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് അതൊക്കെ.
ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല എന്ന് ഇരിക്കും കേട്ടോ. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ആര് കണ്ടാലും ഒന്ന് ഇത് കേട്ടാൽ ഒന്ന് കണ്ടാൽ ഒന്ന് ഞെട്ടും. ഇത് മനസ്സിലായോ? ഞാനും ഞെട്ടി കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഇലവിഴ പൂഞ്ചിറ. ഈ കാണുന്ന റോഡ് മൂലമറ്റം കാഞ്ഞാറ് വഴി ചക്കിക്കാവിൽ നിന്ന് കയറി വരുന്ന വഴിയാട്ടോ ഇലവിഴ പൂഞ്ചിറയ്ക്ക്. പൂഞ്ചിറ ചിറയാട്ടോ അങ്ങ് ദൂരെ കാണുന്നത്. അതുപോലെ അവിടുത്തെ ഫോണിൻ്റെ ടവറും. ഇത്ര സുന്ദരമായ കാഴ്ച ഇതിൻ്റെ മുകളിൽ. ഇതൊക്കെ കാണാൻ വഴി അറിയില്ലാത്തവരുണ്ടെങ്കിൽ ആരും കയറി വരാതിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വഴി അറിയാതെ കയറി വന്നാൽ എല്ലാ കുന്നുകളും ഒരുപോലെ ആയിരിക്കും. അതിങ്ങനെ കയറി ഇറങ്ങി നമുക്ക് എവിടെ എത്തിച്ചേരുന്നതെന്നും പറയാൻ പറ്റുകയില്ല. ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥയിലൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു ടെൻറ്റ് കെട്ടിയൊക്കെ താമസിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ രാത്രി നമ്മൾ മുട്ട് കൂട്ടിയിരിക്കുന്ന തണുപ്പായിരിക്കും ചിലപ്പം ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അതും വേറെ ഒരിടത്തും ചെന്നാൽ നമുക്ക് ഇത്രയും നല്ലൊരു കാലാവസ്ഥയും നല്ല അന്തരീക്ഷം നല്ല വായു ഇതൊന്നും നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. നമ്മളിങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത് ആ നീല കളർ കണ്ടോ ചെറുത്, അവിടെ നിന്നാട്ടോ നമ്മൾ ഈറ്റക്കാട്ടിക്കടെയുള്ള നടത്തം ആരംഭിച്ചത്. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്നുവെച്ചാൽ അത്ര നല്ല വ്യൂ ആണ് ഇവിടെ. ഇത് താഴേക്ക് ചെങ്കുത്തായ ഇറക്കമാട്ടോ ആ കുന്നിൻ്റെ ആ സൈഡിൽ. ഇങ്ങനെ പ്രകൃതിരമണീയമായ അതീവ സുന്ദരമായ നല്ല ഒത്തിരി കാഴ്ചകൾ നമ്മുടെ ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖലയായ മേലുകാവ്, മേച്ചാൽ, ഇല്ലിക്കക്കല്ല്, ഇലവിഴ പൂഞ്ചിറ മലനിരകൾക്കിടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അഡ്വഞ്ചർ ട്രിപ്പുകൾ എല്ലാവർക്കും ഒരു ഹരമായിരിക്കാം. പക്ഷേ അഡ്വഞ്ചർ ട്രിപ്പുകളിൽ കൂടി നമ്മൾ നോക്കി നടന്നാൽ മാത്രമേ നമ്മുടെ യാത്രകൾ എപ്പോഴും സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ഓരോ സ്ഥലങ്ങളിലും അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. അഡ്വഞ്ചർ ട്രിപ്പുകളിൽ അപകടം പതിയിരിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ കാണും. അതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ നല്ല സ്ഥലങ്ങൾ നല്ല വഴികൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും കാണാം ഇതുപോലത്തെ കാഴ്ചകളുമായി. ഇതാട്ടോ മാങ്കൽ എന്ന് പറയുന്ന ആരും എത്താത്ത ഒരു അടിപൊളി ഹിഡൻ പ്ലേസ് ആട്ടോ ഇത്. ആരും എക്സ്പ്ലോറും ചെയ്യാത്ത ഒരു അടിപൊളി ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ദൂരെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാം. അതായത് കോട്ടയത്തെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടോ